ഈ വീഡിയോയിൽ നിർണായകമായിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. അപ്പം അതിൽ ഇന്ത്യൻ ആർമി ആകാശ് മിസൈലിൻ്റെ പുതിയ വേരിയൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തത് ലഡാക്കിലാണ്. 4500 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഈ ഒരു പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൽ 2 ടാർഗറ്റുകൾ അൺമാൻഡ്, അതായത് ഡ്രോൺ സിസ്റ്റം, അത് വെച്ചിട്ടാണ് പരീക്ഷിച്ചത്. ഈ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആർ എഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി, അത് ഇൻഡിജിനിയസ് ആയിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ചതാണ് ഈ ആർ എഫ് സിസ്റ്റം. അത് ആ ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അപ്ഗ്രേഡേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ തേജാസ് MK-1A ഈ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ വിങ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് കോയമ്പത്തൂർ, തമിഴ്നാട്, ലാർസൻ ആൻഡ് ടബ്രോ എന്ന് പറഞ്ഞ LNT എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നടക്കുന്ന അവിടെയാണ്. അപ്പോൾ അവർ ഫസ്റ്റ് എയർക്രാഫ്റ്റ് കരിയറിന്റെ ഈ വിങ്സ് മാനുഫാക്ചർ ചെയ്ത് അത് HAL-ലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇനി ഒരു നിർണായകമായിട്ടുള്ള പ്രോജക്റ്റ്, കുറേ നാൾ കൊണ്ട് തന്നെ ഈ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ക്ലോസർ പ്രോക്സിമിറ്റിയിൽ ആരും തന്നെ എത്തിയിട്ടില്ല, ഗ്ലോബലി തന്നെ ആരും എത്തിയിട്ടില്ല. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഇന്ത്യ കൂടുതൽ റിസർച്ച് വർക്കുകൾ നടത്തുന്നുണ്ട്. ബാംഗ്ലൂരിലാണ് ഈ ഒരു കമ്പനി ഏതാണ്ട് $32 മില്യൺ ഫണ്ടിങ് കളക്ട് ചെയ്തിട്ടുണ്ട്. ക്രൗഡ് ഫണ്ടിങ് ആണ്. QPI AI എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. QPI AI. ബാംഗ്ലൂരിലാണ് ഈ ഒരു കമ്പനിയുടെ ആസ്ഥാനം. ഈ കമ്പനി $32 മില്യൺ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഇൻഡസ് സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവർ നടപ്പിലാക്കുന്നത്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടത്തുന്നവർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ പഠിക്കാനുണ്ട്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടെത്തുന്ന ആ ഒരു മൊമെന്റിൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം, ഈ കമ്പ്യൂട്ടറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സകല സംവിധാനങ്ങളും തകിടം മറിയും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ബിറ്റ് റേറ്റ്, അതായത് അതിന്റെ ബൈറ്റ് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ബിറ്റ് റേറ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. നിലവിലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിനേക്കാളൊക്കെ ഒരുപാട് മികച്ചതും മെച്ചപ്പെട്ടതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് തന്നെയാണ്, അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു ബൈറ്റിൽ അത് നിൽക്കില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇതെല്ലാം തന്നെ ഇൻവാലിഡ് ആവും. അതായത് ഡിഫൻസ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള കമ്പ്യൂട്ടർ ടെക്നോളജിയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ ഈ ഡിഫൻസ് കാര്യങ്ങളൊക്കെ, ഈ ഒരു മിസൈൽ സിസ്റ്റം പ്രിസിഷൻ ഗൈഡഡ്, അതുപോലെ തന്നെ GPS ഇതെല്ലാം തന്നെ വർക്ക് ആകുന്നതും പ്രവർത്തിക്കുന്നതും. ഈവൻ ദോ ISRO-യിലേക്ക് സാറ്റലൈറ്റ് ഇടുന്നത് പോലും ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ടെക്നോളജി വെച്ചിട്ടാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടെത്തുന്ന ആ ഒരു മൊമെന്റിൽ ഈ ടെക്നോളജി എല്ലാം തന്നെ തകിടം മറിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു റെവല്യൂഷനാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും തകൃതിയായിട്ട് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും കാര്യമായിട്ട് ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ വാർത്ത. അപ്പൊ എന്തായാലും റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെറിയ തോതിലൊക്കെ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ നിലവിലുള്ള ടെക്നോളജി തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് പല രീതിയിലും ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള മെമ്മറി ഡിസ്കുകൾ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിനൊത്ത ചിപ്പുകളൊക്കെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡലായിട്ടുള്ള ഡീപ് സീക്ക്, അതുപോലെ തന്നെ ChatGPT ഇതൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ആർമിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നിലവിലുള്ള ടെക്നോളജിയുടെ പരിമിതിക്കുള്ളിൽ നിന്നാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടെയും ഇതുവരെ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നുള്ള നിലയിൽ ഇതുവരെ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ആയിട്ടില്ല. അതിലേക്കുള്ള റിസർച്ച് വർക്കുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യയും ആ രീതിയിലേക്ക് ചുവട് വെച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീല് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിട്ടുണ്ട്. ഒരു ഡീല് എത്രയും പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് പറയുന്നത് ട്രംപ്. ട്രേഡ് ഡീല് അത് ഡെയിലി പറയുന്നുണ്ട് അയാൾ, ഗുളിക കഴിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഡീലും പുറത്ത് പ്രഖ്യാപിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയല്ല പ്രഖ്യാപിക്കേണ്ടത്, അമേരിക്കയാണ് പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് എന്താണോ പറയാനുള്ളത് അതെല്ലാം തന്നെ ഫയലിലിട്ട് ട്രംപിന്റെ ഡെസ്കിൽ കൊടുത്തിട്ട് വന്നിട്ട് ഏതാണ്ട് 20 ദിവസമായി. ഇതുവരെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. എന്താണ് അവിടെ കൺഫ്യൂഷൻ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. 20% ബിലോ ഒരു താരിഫ് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എത്രയാണെന്നുള്ളത് നിശ്ചയിക്കാനാണ് ഇത്രയും ബുദ്ധിമുട്ട്. അവിടെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ലുറ്റിനിക്കൊക്കെ എന്താണ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഈ ഒരു ഫയൽ വെരിഫൈ ചെയ്ത് ഇന്ത്യക്ക് ഒരു താരിഫ് അപ്രൂവ് ചെയ്ത് തരാനാണ് ഇത്രയും ബുദ്ധിമുട്ട്. HAL-ന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ ഗ്ലോബൽ എക്സ്പോർട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിന്റെ സ്പെയർ പാർട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏതാണ്ട് 30-ലധികം രാജ്യങ്ങൾക്കാണ് ഈ ഒരു എക്സ്പോർട്ട് ഇപ്പം എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. 30-ലധികം രാജ്യങ്ങൾക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള HAL എന്ന് പറഞ്ഞ കമ്പനി
എയർക്രാഫ്റ്റിന്റെ സ്പെയർ പാർട്സുകൾ ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുണ്ട് ഈ ഒരു HAL കമ്പനിയിലെ പ്രോഡക്ട്സുകൾ. ഇതിനു മുമ്പ് നമ്മൾ വിറ്റ് തുടങ്ങിയ ആ ഒരു പ്രോഡക്റ്റുകൾ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓർഡറുകൾ വരികയും അതിലൂടെ തന്നെ നമുക്ക് 30-ലധികം രാജ്യങ്ങൾ ഓർഡർ തന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. 30 രാജ്യങ്ങൾക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു എയർക്രാഫ്റ്റ് കമ്പോണൻസ്. ഇന്നലെ ഞാനൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാറ്റോയുടെ ചീഫ് മാർക്ക് റൂട്ടെ ഇന്ത്യക്കും അതായത് ന്യൂഡൽഹിക്കും ബീജിങ്ങിനും താരിഫ് 100% തരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വായിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഉടനെ തന്നെ മറുപടി. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഗ്ലോബൽ ഫോറമിൽ വെച്ചിട്ട് നമ്മൾ മറുപടി കൊടുക്കും പറഞ്ഞിട്ട്, പക്ഷേ വളരെ വ്യക്തമായിട്ട് ഇന്ന് തന്നെ ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. അതായത് യൂറോപ്പിന്റെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക, പ്രത്യേകിച്ചും റഷ്യൻ ട്രേഡിനെ വെച്ചിട്ട്. റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ താരിഫ് 100% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്, പ്രത്യേകിച്ച് സെക്കൻഡറി താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ യൂറോപ്പിന് ഇത് പറയാൻ എന്ത് അധികാരമാണുള്ളത്? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഒഴിവാക്കൂ. നിങ്ങൾ റഷ്യയുമായിട്ട് ചെയ്യുന്ന ഡീലിങ്സ് ഉണ്ടല്ലോ അത് ആദ്യം നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ മറുപടി തന്നെയാണ് ഞാൻ താഴെ ലൈൻ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. INS നീൽഗിരി എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്റ്റെൽത്ത് ഫ്ലീറ്റ് അഥവാ ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഇന്ത്യയിൽ തന്നെ ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിച്ച് കംപ്ലീറ്റ്ലി ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. അത് ചെന്നൈ പോർട്ടിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു അതിന്റെ ഇനോഗ്രേഷൻ നടന്നത്. ഇതുവരെ 1563 ഇന്ത്യൻ നാഷണൽസ് ഡീപോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. 1563 പേര് ഇന്ത്യൻ നാഷണൽസ് ഡീപോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും. ട്രംപിന്റെ ഏലിയൻ ആക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡീപോർട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ ഇൻഡിജിനിയസ് ആയിട്ട് ഒരു സ്റ്റെൽത്ത് ബോംബർ നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് വെറുതെ അല്ല, അതായത് ഇന്റർകോണ്ടിനെന്റൽ അറ്റാക്കിംഗ് പവർ ഉള്ള ഇതേപോലത്തെ എയർക്രാഫ്റ്റുകൾ കീപ്പ് ചെയ്യുന്ന 3 രാജ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതോടുകൂടി നമ്മളും ഈ ഇന്റർകോണ്ടിനെന്റൽ അറ്റാക്കിംഗ് പവർ നേടുന്ന 4ാമത്തെ രാജ്യമായിട്ട് ആ ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് നേടും. വിവിധ തരത്തിലുള്ള ഇന്റർകോണ്ടിനെന്റൽ മിസൈൽസ് നമ്മുടെ പക്കലുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ നമുക്ക് വിന്യസിക്കാനും അതുപോലെ തന്നെ ഹെവി ബോംബർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ആ ഒരു പവർ നേടുക എന്നുള്ളതാണ് നമ്മളിപ്പം ഈ ഒരു പ്രോജക്റ്റിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് മിസൈൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അഗ്നി 1P ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് ഇതിനകത്ത് ഘടിപ്പിക്കാം. അതുപോലെ ലേസർ ഗൈഡഡ് ബോംബ്സ് ഇതും നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആന്റി റേഡിയേഷൻസ് മിസൈൽ എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ റഡാർ സിസ്റ്റം തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. ആ മിസൈലുകളും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ രൂപകൽപ്പന. പ്രാഥമികമായിട്ട് ഇപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ ഭാവിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇത് ഇംപ്രൂവ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഏതാണ്ട് 12,000 കിലോമീറ്റർ 12,000 കിലോമീറ്റർ റേഞ്ച് ഇതിനുണ്ട്. അതിലുപരിയായിട്ട് 12 ടൺ ഭാരം വരെ നമുക്ക് ഈ ഒരു സ്റ്റെൽത്ത് ബോംബറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 29 പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വേറെ എവിടെയല്ല, ബലൂചിസ്ഥാനിൽ തന്നെയാണ്. ക്വറ്റ ഡിസ്ട്രിക്റ്റിൽ ഖലാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ആക്രമണം നടന്നത്. ഇത് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആക്രമണത്തിൽ 29 ആർമി ഉദ്യോഗസ്ഥർ പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പം ഇതൊരു നിത്യേന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് തന്നെ ഇതിപ്പോൾ ഒരു പുത്തരിയല്ല. കാരണം ഡെയിലി ഇതുപോലത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് അവർ. ഒരു സൈഡിൽ പൈസ ഇല്ല, എക്കണോമിക് ക്രൈസിസ്. മറ്റൊരു സൈഡിൽ IMFന്റെ ലോണ് കഴുത്തിന്റെ മേലിൽ കിടന്ന് ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ. ഇതുകൊണ്ട് അവിടുത്തെ കൃഷിക്കാർക്കൊക്കെ സബ്സിഡി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ചലിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ആർമി ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ എയർക്രാഫ്റ്റ് ഫ്ലീറ്റ് അത് പസഫിക് ഓഷനിലോട്ട് ജസ്റ്റ് അങ്ങ് നീങ്ങി പോയിട്ടുണ്ട്. അതായത് തായ്വാൻ അമേരിക്കയുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു മിലിറ്ററി ഡ്രില്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മിലിറ്ററി ഡ്രില്ല് കഴിഞ്ഞ പാടെ ഇപ്പോൾ ഇതാ ചൈന ഒരു പ്രൊവോക്കേഷൻ മൂവ്മെന്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് പസഫിക് ഓഷനിലൊക്കെ ഇങ്ങനെ കടന്ന് കയറി ഇങ്ങനെ പോവുക. ഇൻഡോ പസഫിക്കിന് വേണ്ടിയിട്ട് ക്വാഡ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും ചൈന അവരുടേതായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി പ്രൊവോക്കേഷൻ മൂവ്മെന്റ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈന പസഫിക് ഓഷനിലോട്ട് അവരുടെ എയർക്രാഫ്റ്റ് കരിയർ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുകയാണ്.
ഇനിയിപ്പോൾ ഇത് അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ഏത് തരത്തിലുള്ള ഒരു റൈവലറി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് ഇനി നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി ജപ്പാൻ, സൗത്ത് കൊറിയ, അതുപോലെ തന്നെ അമേരിക്ക, ഓസ്ട്രേലിയ ഇവരെല്ലാം തന്നെ ഇനിയിപ്പം പതിയെ എങ്ങനെ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു തുടങ്ങും. ഈ ഒരു വിഷയം ഈ ഒരു തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചർച്ചയാവാനുള്ള സാഹചര്യമുണ്ട്. ഒരു മിലിറ്ററി ഡ്രില്ലൊക്കെ ഒരുപക്ഷെ ചൈന തായ്വാൻ സ്ട്രൈറ്റിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. DRDOക്ക് 20,000 കോടി വർത്ത് വരുന്ന ഒരു പ്രോജക്റ്റ് അപ്രൂവൽ ആക്കി കൊടുത്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഔക്കാസ് എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് തുടക്കം കുറിക്കുന്നത് DRDO. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സ്പൈ എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല. ഇതിന് DRDO ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഇറങ്ങുമോ, അല്ലെങ്കിൽ DRDO ഇനി സബ് കോൺട്രാക്ട് കൊടുത്ത് ഇനി ഏതെങ്കിലും HAL പോലത്തെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഏവിയോണിക്സ്, എയറോനോട്ടിക്സ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രോജക്റ്റ് ഷെയർ ചെയ്ത് സബ് കോൺട്രാക്ട് കൊടുത്ത് നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ട കാര്യം. ഇപ്പം നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റ് DRDOക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോജക്റ്റിന്റെ വർത്ത് ആൻഡ് എക്സ്പെൻസസ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത് 20,000 കോടി. അപ്പോൾ എന്തായാലും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.